ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂറോപ്പിലെ രാജ്യമായ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന ഇൻ്റർനാഷണൽ സെൻ്ററാണ്. വിയന്ന ഇൻ്റർനാഷണൽ സെൻ്ററിൻ്റെ ഫസ്റ്റ് ഗേറ്റാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കാണുന്നത്. വിയന്നയിലെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഐക്യരാഷ്ട്രസഭയുടെ ലോകത്തിലെ 4 പ്രധാന ഓഫീസ് സെറ്റുകളിൽ ഒന്നാണ്. അവിടെ വിവിധ UN ഏജൻസികളുടെ സംയുക്ത സാന്നിധ്യമുണ്ട്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലാണ് ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഗേറ്റ് നമ്പർ 1. ഫ്രണ്ടിൽ കണ്ടത് അവിടുത്തെ നമ്മുടെ മെട്രോ റെയിനിൻ്റെ പാതയാണ്. ഇപ്പോൾ ഈ ഗേറ്റിന് മുമ്പിലാണ് മെട്രോ സ്റ്റേഷൻ. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറി. അകത്ത് നമ്മൾ കയറുമ്പം റൗണ്ടിലായിട്ട് വലിയൊരു ഫൗണ്ടൻ ഉണ്ട്. ഫൗണ്ടൻ ഇപ്പോൾ അത് ഇപ്പം വെള്ളമില്ല, പക്ഷെ അത് കണ്ടിട്ട് ഫൗണ്ടൻ പോലെ തോന്നുന്നു. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ആകൃതിയിലാണ് നമ്മളവിടെ മുഴുവൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലെയും യുഎന്നിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഫ്ലാഗ്സാണ് അവിടെ പാറിപ്പറക്കുന്നത്. നടുക്കെ ഒരു റൗണ്ടിലുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലേക്കാണ് എൻട്രൻസ്. അവിടെ നിന്നാണ് എല്ലാ ബിൽഡിങ്ങുകളിലേക്കും പോകുന്ന ഇടനാഴികളുണ്ട്. അങ്ങനെയാണ് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. സമയം ഇപ്പം വൈകിട്ടായി. വളരെ കുറച്ച് മുറികളിൽ മാത്രമേ ലൈറ്റുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ജോലി കഴിഞ്ഞ് പോയി. വൈകിട്ട് തുടരുന്നവർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹെൽമർഗ്യാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കസിൻ താമസിച്ചത്. കസിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ വിയന്ന ഇൻ്റർനാഷണൽ സെൻ്ററിലേക്ക് കസിൻ്റെ കാറിൽ യാത്ര ചെയ്യുകയാണ്. അവിടുത്തെ ആ വഴി സൈഡിലുള്ള മരങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. യൂറോപ്പിലെല്ലാം പൊതുവെ വഴിയുടെ സൈഡിൽ നടുക്ക് ഉള്ള ഡിവൈഡറിലെല്ലാം മരങ്ങൾ കൂടുതലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ് അത് കാണാൻ തന്നെ. ഈ സമയത്ത് അവിടുത്തെ മഞ്ഞുവീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മരങ്ങളെല്ലാം നല്ല തളർത്ത് ആർത്ത് പച്ച പിടിച്ച് നിൽക്കുന്നൊരു സമയത്താണ് ഞങ്ങളുടെ വിസിറ്റ്. ഇവിടെ നമ്മൾ നേരെ നോക്കുമ്പോൾ അവിടെ ഒരു ലയൺ സ്റ്റാച്യു ആണ്. നമ്മളവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ വഴി സൈഡിലെല്ലാം ഒരു മരം കാണുന്നത് അത് ഹോസ് ചെസ്റ്റ്നട്ടാണ്. അത് മേപ്പിള് ലിച്ചി അതുപോലെയൊക്കെയുള്ള വിഭാഗത്തിൽപ്പെട്ടാണ്. അത് ചുവപ്പുമുണ്ട്, വെള്ള പൂക്കളുമുണ്ട്. 2 ടൈപ്പ് പൂക്കളാണ് നമ്മൾ ഹോസ് ചെസ്റ്റ്നട്ടിൻ്റെ മരത്തിൽ കൂടുതലും കണ്ടത്. ഇതുപോലെ തന്നെ നമ്മളത് ഈ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയപ്പോഴും അതുപോലെ തന്നെ നമ്മൾ നിറയെ ഈ ഹോസ് ചെസ്റ്റ്നട്ടുകൾ പൂത്ത് നിൽക്കുന്നത് കണ്ടു. നമ്മളിവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലാണ് ഈ UN ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നിരവധി പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളുടെ ഒരു ക്ലസ്റ്ററും കൂടെയാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനം രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. ഡാന്യൂബ് നദി ഇതിനെ 2ആയിട്ട് വേർതിരിക്കുന്നു. മൊസാർട്ട്, ബീതോവൻ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നിവരുൾപ്പെടെയുള്ള നിവാസികളാണ് അതിൻ്റെ കലാപരവും ബൗദ്ധികവുമായ പാരമ്പര്യം രൂപപ്പെടുത്തിയത്. അബ്സർഗുകളുടെ വേനൽക്കാല വസതിയായ ഷോൺബ്രൺ ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ കൊട്ടാരങ്ങൾക്കും നഗരം പേരുകേട്ടതാണ്. മ്യൂസിയം ക്വാർട്ടിയർ ഡിസ്ട്രിക്റ്റിലെ ചരിത്രപരവും സമകാലികവുമായ കെട്ടിടങ്ങൾ എഗോൺ ഷിലെ, ഗുസ്താവ് ക്ലിംറ്റ്, മറ്റ് കലാകാരന്മാർ എന്നിവയുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നു. ഇവിടെയൊക്കെ പല കളറിലുള്ള മരങ്ങളുണ്ട്. ചുമല അതിൻ്റെ ഇലകളൊക്കെ ഡിഫറെൻ്റ് കളറിലുള്ള കാണാൻ സുന്ദരമായ ഒരു കളറിലുള്ള മരങ്ങളൊക്കെ ഇതിൻ്റെ സൈഡുകളിലുണ്ട്. ഏകദേശം 5000-ഓളം ജീവനക്കാർ ഈ വിയന്ന ഇൻ്റർനാഷണൽ സെൻ്ററിൽ ജോലി ചെയ്യുന്നുണ്ട്. നേരെ
നേരെയാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് വിയന്ന ഇൻ്റർനാഷണൽ സെൻറ്ററിലേക്കുള്ള ചൂണ്ടുപലക. നമ്മളവിടെ ചെന്ന് അതിൻ്റെ വെളിയിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഈ ഭാഗത്ത് അടുത്തടുത്തായിട്ട് കുറേ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുണ്ട്. 2,30,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു സിലിണ്ടർ കോൺഫറൻസ് കെട്ടിടത്തിന് ചുറ്റും 6 വൈ ആകൃതിയിലുള്ള ഓഫീസ് ടവറുകളുണ്ട്. ഏറ്റവും ഉയരമുള്ള ഗോപുരം എ ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. 127 മീറ്റർ ഉയരമുള്ളതും 28 നിലകളുള്ളതുമാണ്. ഓസ്ട്രിയയിൽ നിർമ്മിച്ച ആദ്യത്തെ ആധുനിക അമ്പരചുംബിയുള്ള ഒന്നായിരുന്നു ഈ ഓഫീസ് ടവറുകൾ. ഇതാണ് മെട്രോ ലൈനിൻ്റെ അടിവഴി നമ്മൾ വന്നു കഴിയുമ്പോൾ നടപ്പാത കാണുന്ന വിയന്ന ഇൻ്റർനാഷണൽ സെൻറ്റർ ഗേറ്റ് വഴി കാണുന്നതാണ്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉള്ള നമ്മുടെ കസിൻ അബി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അബിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തലേദിവസം വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 മണിയായപ്പോൾ റിസീവ് ചെയ്തു. അബിയുടെ വീട്ടിൽ ഉറങ്ങി. ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ അവിടെ വെച്ച് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ചെറുതായിട്ടൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ വീണുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം ഇവിടെ വരാൻ പറ്റിയത്. പകല് ഹോസ്പിറ്റലിൽ എബി വൈഫിൻ്റെയും കൂടെ ചെക്കിങ്ങിന് പോയിരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അത്രയും പകൽ പോയതുകൊണ്ട് ഞങ്ങൾ ഈവനിങ്ങിൽ ഏതായാലും UN ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഇതാണ് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അകത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിവിടുന്ന് കാണുന്ന ആ റൗണ്ട് കാണുന്ന സ്ഥലം വഴിയാണ്. ഫ്രണ്ടിൽ കാണുന്ന ലൈനാണ് അവിടുത്തെ മെട്രോ ലൈൻ. അതിൻ്റെ അടിവഴിയുള്ള ഗേറ്റ് വഴിയാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത് എബിയുടെ ഫ്രണ്ട് ഇവിടെ IAEൽ ജോലി ചെയ്യുന്ന ജോർജ്, കാഞ്ഞിരപ്പള്ളിക്കാരൻ ജോർജ് ഞൊണ്ടിമാക്കലാണ്. ഇത് അവിടുത്തെ ഒരു ചെറിയ മീറ്റിംഗ് ഹാളാണ്. 1945 സൃഷ്ടിച്ച ഈ ശില്പം UN ഉൾക്കൊള്ളുന്ന പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതീകപ്പെടുത്തുന്നതാണ്. ഇത് ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ ബോംബിട്ടതിൻ്റെ ആ ഒരു കാഴ്ചകൾ, അതിൻ്റെ പടങ്ങളാണ് കണ്ടത്. അതൊക്കെയാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത്. എ വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, അതാണ് അവരുടെ മുദ്രാവാക്യം. അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇത് പല UN-ൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള UN-ൻ്റെ ബിൽഡിങ്ങുകളുടെ റൈറ്റ്സ് എല്ലാം അവരെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാണ് ഇവിടുത്തേത്. അതാണ് ഇവിടുത്തേത്. ബാക്കിയുള്ളതൊക്കെ ഓരോ സ്ഥലങ്ങളിലെ മറ്റ് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള UN-ൻ്റെ ബിൽഡിങ്ങുകളുടെ പടങ്ങളാണ് കണ്ടത്. അല്ല, നമ്മൾ പോകുന്ന പാസേൻ്റെ സൈഡിലെല്ലാം ഇതുപോലെയുള്ള ഇതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. താജ്മഹലിൻ്റെ പടം ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ഇടനാഴി വഴി മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം ഇടനാഴിട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും വൈകിട്ടായി പോയുണ്ട്. എല്ലാവരും ലൈറ്റ് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എല്ലാവരും ജോലി കഴിഞ്ഞ് ഇറങ്ങി. വളരെ കുറച്ച് ക്യാബിൻസിൽ മാത്രമേ ലൈറ്റുള്ളൂ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങി. എല്ലായിടത്തും പാസേജുകളിൽ എല്ലാം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം അവിടുത്തെ UN-ലെ എംപ്ലോയീസിന് കിട്ടിയ ട്രോഫികളും ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതവിടെ കുളിക്കാനൊക്കെ റൈറ്റ് സൈഡിലേക്കുള്ള വാതിലുണ്ട്. കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അപ്പുറം കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഇതാണ്. നമ്മുടെ ബാസ്കറ്റ് ബോളുണ്ട്. ബാസ്കറ്റ് ബോൾ കോർട്ടായിട്ട് ഉപയോഗിക്കാം. ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉപയോഗിക്കാം. വോളിബോളിനായിട്ട് ഉപയോഗിക്കാം. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ഇൻ്റർ കോർട്ടാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ ഇവിടെ ജിമ്മുണ്ട്. അപ്പം അവിടെ യൂസ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊരു UNO സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഓസ്ട്രിയയിൽ ഇതിനകത്ത് ഭരണം UN-ൻ്റെ ആൾക്കാരാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഈ ബിൽഡിങ്ങിനകത്ത് ബാങ്കുകൾ, എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. എല്ലാം ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ബാസ്കറ്റ് ബോൾ അല്ലെങ്കിൽ വോളിബോൾ അല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ടെന്നീസ്, ഇതിനെല്ലാം ഉപയോഗിക്കാവുന്നതാണത്.
ഒരു ചെറിയ ജിമ്മിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ അവിടെ നിന്ന് പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഫാർമസി ഉണ്ട്, ഡോക്ടേഴ്സുണ്ട്, എല്ലാം ഒരു സിറ്റിയിൽ എന്തൊക്കെ വേണോ എല്ലാം ഇവിടെ ഇതിനകത്തുണ്ട്. ഏതാണ്ട് 5000-ൽ പരം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് ഇവരുടെ കഫറ്റീരിയ ക്യാൻറ്റീൻ ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് ആൾക്കാരെല്ലാം പോയതുകൊണ്ട് ഒന്നുമില്ല, ആൾക്കാരൊന്നും ഇല്ല, എല്ലാം ഇവിടെ. ഇവിടെ ബഹിരാകാശ പേടകത്തിൻ്റെ പ്രോട്ടോടൈപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പിന്നെ മൂണിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിൻ്റെ ചെറിയ കല്ലാണ് അതിനകത്ത് ആ പ്രസ്സത്തിനകത്ത് വെച്ചിരിക്കുന്നത്. മൂണിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിൻ്റെ ചെറിയ പീസാണ് ആ പ്രസ്സത്തിനകത്ത് അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ പിന്നെ അവിടുത്തെ സ്റ്റേഷൻ്റെ ബഹിരാകാശ സ്റ്റേഷൻ്റെ പ്രോട്ടോടൈപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പല രാജ്യങ്ങളുടെ ഈ ബഹിരാകാശ നിലയങ്ങൾ നമ്മുടെ അവിടെ എത്തിക്കുന്ന റോക്കറ്റുകളുടെ നമ്മുടെ GSLVയുടെ ഉണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെ ഇതാദ്യമേ ബഹിരാകാശത്തിൽ പോയ യൂറി ഗഗാറിൻ്റെ പടമാണ്, അതിൻ്റെ പ്രതിമയാണ്. ഇവിടെ നമുക്ക് ഇത് ഒരു സഞ്ചാരിയായിട്ട് മീശ വെച്ച ഒരു സഞ്ചാരിയാണ്. നമുക്ക് അവിടെ അതിൻ്റെ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ തലയിട്ട് നമുക്ക് പിന്നെ അത് ഒരു നമുക്ക് ഇങ്ങനെ തലയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കാം. ഇതാണ് ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ പ്രോട്ടോടൈപ്പാണ് കാണുന്നത്. അങ്ങനെയുള്ള പല പേടകങ്ങളുടെ പ്രോട്ടോടൈപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെയാണ് ഇവിടുത്തെ കാണിച്ചേക്കുന്നത്. ഇവിടെ നിറയെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ആ ഇൻഡോർ പ്ലാന്റ്സ് ഇവിടുത്തെ ഭംഗി നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഇതൊരു ശില്പമാണ് അവിടുത്തെ. വേറൊരു നമ്മുടെ പായ്ക്കപ്പൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നെടുത്താണ്. ഇത് നമ്മൾ ആ നടുക്കത്തെ ബിൽഡിങ്ങിൻ്റെ ആ റൗണ്ടായിട്ടുള്ള നടുക്കോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ബാങ്ക്സും അങ്ങനെയൊക്കെയുള്ള ഇത് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പ്രതിമയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ ഈ സൈഡ് ഇൻ്റർനാഷണൽ IAEA ആറ്റോമിക് എനർജി ഏജൻസിയുടെയാണ്. റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് എബിയുടെ കൂടെ ഞങ്ങൾ 3 പേര് ആണ് അവിടെ ടീമായിട്ട് അവിടെ ചെന്നത്. ഇത് ഈ IAEAക്ക് നോബൽ പ്രൈസ് കിട്ടിയിരുന്നു 2005. അതിൻ്റെയാണ് ഇവിടെ കാണിക്കുന്നത്. അവിടുത്തെ ജോലിക്കാർക്കൂടെ കൂടിയാണ് കിട്ടിക്കുന്നത്. ജോലിക്കാരുടെ പേരുകളാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് നോബൽ പ്രൈസിൻ്റെ കൊടുക്കുന്ന ആ സാധനം കാണിക്കുന്ന ഇതാണത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചെറിയ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ അവിടുത്തെ ജീവനക്കാരാണ്. എബി തോമസ് പാലമറ്റം കസിൻ്റെ പേരാണ് അവിടെ കണ്ടത്. ഇതാണ് നമ്മുടെ ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട്. ആ രാജ്യത്ത് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഫ്ലാഗ് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ ഒരു സൈഡിലായിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റി. ഇത് അവിടുത്തെ ഒരു മീറ്റിംഗ് റൂമാണ്.
പല മീറ്റിംഗ് റൂമുകളുണ്ട്. നമ്മൾ ചില മീറ്റിംഗ് റൂമുകളൊക്കെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ കയറി കണ്ടു. ജീവനക്കാരുടെ കോട്ട് തൂക്കാനുള്ള റാക്ക് ഇതാണ്. ന്യൂയോർക്ക്, ജനീവ, നെയ്റോബി എന്നിവയ്ക്കൊപ്പം ഒരു പ്രധാന UN സെൻ്ററാണിത്. ഈ VIC എന്ന് പറയുന്നത് നിരവധി ഓർഗനൈസേഷനുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു. വെളിയിലേക്ക് നോക്കുമ്പോഴത്തേനും രാത്രി കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ്, UNOV, ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി, IAEA, യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ UNIDO, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം UNODC, പ്രിപ്പറേറ്ററി കമ്മീഷൻ ഫോർ ദി കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഓർഗനൈസേഷൻ CTBTO, ഇങ്ങനെയുള്ള പല ഓഫീസുകളുണ്ട്. വിവിധങ്ങളായ UN ഓഫീസുകൾ ഈ ഒരു സിറ്റിയിൽ പ്രവർത്തിക്കുന്നു. ഇത് വേറൊരു കോൺഫറൻസ് ഹാളാണ്. പല ഭാഷകളിൽ നമുക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് കേൾക്കാൻ പറ്റും. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. പന്ത്രണ്ട് പല ഭാഷകളിൽ നമുക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ള ഹോളാണ്. ഇതാണ് കസിൻ്റെ മുറി. കസിനും ചൈനയിൽ നിന്നുള്ള ഒരു ലേഡിയാണ്. അവർ രണ്ടുപേരാണ് ഈ മുറി ഷെയർ ചെയ്യുന്നത്. കസിൻ്റെ ഇരിപ്പിടമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ബെനീസ് വ്ലോഗ്സ് ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നമ്മൾ അവിടെ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വിയന്നയുടെ കാഴ്ചകളാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.